കൊഞ്ചിറവിള ഗവൺമെൻറ് യു പി സ്കൂളിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സ്കൂളിലായിരുന്നു 2024-25 വർഷത്തിൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രധാന അധ്യാപികയായ സബൂറെ സസ്പെൻഡ് ചെയ്തത്. കൂടാതെ ഈയൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് PTയുടെ സഹായത്തോടെയാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ ഒരു സർക്കുലർ നമ്മുടെ കയ്യിലുണ്ട്. തിരുവനന്തപുരം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവാണിത്. കൊഞ്ചിറവിള ഗവൺമെൻറ് UP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആൻഡ് വിജിലൻസ് ഓഫീസറുടെ അന്വേഷണം നടത്തുകയും മുൻ പ്രഥമ അധ്യാപിക ശ്രീമതി N സബൂറയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളും അച്ചടക്ക ലംഘനവും കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ടിയാനെ അടിയന്തരമായി വിലക്കി ഉത്തരവ് നൽകുവാൻ സൂചന പ്രകാരം നിർദ്ദേശിച്ചിരിക്കുന്നു. ഇതായിരുന്നു ഈയൊരു ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഈ സ്കൂളിലെ ഇപ്പോഴുള്ള പ്രിൻസിപ്പലുമായി ബന്ധപ്പെടുകയും ടീച്ചേഴ്സുമായും ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് പ്രകാരം അവർ ക്യാമറയ്ക്ക് മുന്നിലൊന്നും നമ്മളോട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും പറയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ DPIയെ സമീപിക്കാനാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ അധ്യാപിക സസ്പെൻഷനിലാണ്. കൂടാതെ ഈ ഒരു PT ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് പ്രകാരം ഈ ഒരു PTയുമായി ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഇത്തരത്തിലൊരു തിരിമറി നടത്തിയത് കൊണ്ട് തന്നെ ഇനിയും മുന്നോട്ടും തിരിമറി നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു PT ഉടൻ തന്നെ പിരിഞ്ഞു പോകണം എന്നാണ് അവരുടെ ആവശ്യം. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.